കരുനാഗപ്പള്ളി നഗരമധ്യത്തിലെ കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. ഇവിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ എത്തുന്നവർക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും വേണ്ടി മുൻ പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിച്ചതായിരുന്നു ഈ ശൗചാലയം. പഞ്ചായത്ത് ഭരണം മാറിയതോടെ നഗരസഭയുടെ കൈപ്പിടിയിലായ ശൗചാലയം അറ്റകുറ്റപ്പണി നടത്തി കരാർ കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് കരാറുകാരനെ ഒഴിവാക്കി വ്യക്തി താൽപര്യമനുസരിച്ച് മറ്റൊരാളിനെ ഏൽപ്പിച്ചതായും ഇതാണ് ശൗചാലയം ഉപയോഗപ്രദമല്ലാത്ത അവസ്ഥയിലായതെന്നും സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവന്നേ ഇത് അയാളെ ചാടിച്ചിട്ട് വേറെ ഒരു കക്ഷിക്ക് വേണ്ടിയ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ചേർന്ന് ഒരുത്തനെ അവരാണെങ്കിൽ ഇവിടെ അനാശാസ്യ പ്രവർത്തനവും കാര്യങ്ങളും എല്ലാമായിരുന്നു. ഇത് വല്ലപ്പോഴുമൊക്കെ തുറക്കും, അപ്പം വന്ന് ഇരിക്കും, കുറച്ച് ആളുകളും വരും, ഇരിക്കും. രാത്രിയിലും ഇത് ഓപ്പൺ ആണെന്നാണ് നമ്മുടെ അറിവ്. ആ രീതിയിലാണ് ഇപ്പോൾ ഈ കിടക്കുന്ന ഈ രീതിയിലാക്കിയത് വെച്ചിട്ട് അവനങ്ങ് പോവുകയും ചെയ്തു. മുനിസിപ്പാലിറ്റി ഇന്നുവരെ ഇതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അന്വേഷിക്കാൻ പോലും ആരും വന്നിട്ടില്ല. ഇവിടം അനാശാസ്യ കേന്ദ്രമായും മദ്യപാനികളുടെ താവളമായും മാറിയിരിക്കുകയാണ് ഇപ്പോൾ. മിനി സിവിൽ സ്റ്റേഷനിലും 200 മീറ്റർ അകലെ KSRTC ബസ് സ്റ്റാൻഡിലും മാത്രമാണ് പൊതു ശൗചാലയം ഉള്ളത്. KSRTC മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞ് ഓടി അവിടെ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞ് പിന്നെ ആളുകൾ അവിടെ പോകണം. അല്ലാതെ ഇതല്ലാതെ വേറെ ഒന്നും നഗരസഭയുടെ ഒരു പരിധി വരുന്ന ഒരിടത്തില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണ് അവരുടെ നമ്മുടെ ആയാലും ഒരു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.